അവിടെ ആ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാൾ മാത്രമാണോ അവിടെ ഉള്ളത്? ഈ മറ്റ് ഫാർമസിസ്റ്റുകളോ അങ്ങനെയുള്ള ആരുമില്ലേ അവിടെ? സുജയ, പ്രധാനമായും അരിഷ്ടം വിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഒന്നുകിൽ പുറത്തു നിന്ന് ഒരു ആയുർവേദ ആശുപത്രിയിൽ നിന്ന് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ വേണം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം നടത്തുമ്പോൾ അവിടെ ഒരു ഡോക്ടറിന്റെ ആവശ്യമുണ്ട്, ഒരു ആയുർവേദ ഡോക്ടർ അല്ലെങ്കിൽ ഒരു വൈദ്യനെങ്കിലും വേണം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സ്റ്റാഫ് പോലും ഇല്ല. നമ്മൾ 2 തവണ ഇവിടെ വന്നിരുന്നു. ആ 2 തവണയും കണ്ട വ്യക്തിയാണ് നമ്മൾ കുറച്ചു മുൻപ് അദ്ദേഹം സംസാരിച്ചത്. അനീഷ് എന്ന് പറയുന്ന വ്യക്തി തൊട്ട് ഒരു പുറത്തിരിക്കുന്നത് ഒരു സ്ത്രീയായിരുന്നു. അദ്ദേഹം അവരിപ്പോൾ ഇവിടെ കാണാനില്ല. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഇവിടുന്ന് മാറിയിരിക്കുകയാണ്. ഇത്തരത്തിൽ 2 സ്റ്റാഫുകൾ മാത്രമാണ് പ്രധാനമായും ഉള്ളത്. രാത്രി കാലങ്ങളിലാണ് ഈ CPM-ന്റെ നേതാവായിട്ടുള്ള തങ്കരാജ് ഈ സ്ഥാപനത്തിലേക്ക് വരുന്നതും കണക്ക് നോക്കി പൈസയും വാങ്ങി തിരിച്ചു പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രധാനമായും പകൽ നേരങ്ങളിൽ രാവിലെ 8 മണി തൊട്ട് തന്നെ ആരംഭിക്കും. നാട്ടുകാർ പറയുന്നത് കോവിഡ് കാലത്ത് പുലർച്ചെ 6 മണിക്ക് തന്നെ ഈ സ്ഥാപനം തുറന്നു പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരെ വരെ ആകർഷിച്ചിരുന്ന ഒരു സ്ഥാപനം. എടുത്തു സൂചിപ്പിക്കേണ്ടുന്നത് ഇതിലെ ലഹരി തന്നെയാണ്. ആ ലഹരി അരിഷ്ടം എന്ന് പറയുമ്പോൾ അത് 10.57% എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കാണാമായിരിക്കും. പക്ഷേ നമുക്ക് പുറത്തുനിന്ന് ഒരു ബാറിൽ പോയിട്ടോ ബെബ്കോയിൽ പോയിട്ടോ ഒരു ബിയർ വാങ്ങുമ്പോൾ 2 കുപ്പി കുടിച്ചാൽ പോലും കിക്കാവാത്തത് വെറും 450 മില്ലി കുടിച്ചാൽ കിക്കാവും, അല്ലെങ്കിൽ ലഹരി പിടിക്കും എന്നുള്ളൊരു വസ്തുതയാണ് നമുക്ക് ഇതിന്റെ മുന്നിൽ തുറന്നു കാണിക്കേണ്ടത്. പ്രേക്ഷകർ ഇത് കാണുമ്പോൾ അതായിരിക്കാം ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം. ആ അരിഷ്ടത്തിന് 70 രൂപയ്ക്ക് 450 ml അരിഷ്ടം കൊടുക്കുന്നു. അതിന്റെ പുറത്തിട്ടിരിക്കുന്ന വിലയേക്കാൾ ഏകദേശം പകുതിയോളം വിലയ്ക്ക് മാത്രം അവിടെ ലഭിക്കുന്നു എന്നതും സാധാരണക്കാരായ ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ അരിഷ്ടം കസ്റ്റഡിയിൽ എടുക്കുകയാണ്. മുസ്താരിഷ്ടവും മറ്റരിഷ്ടങ്ങളും എല്ലാം ഇപ്പോൾ എക്സൈസ് സംഘം പാക്ക് ചെയ്യുകയാണല്ലേ? അരുൺ സോളമൻ, സുജയ, പ്രധാനമായും ഈ സ്ഥാപനത്തിൻ്റെ ഇപ്പോൾ റിസപ്ഷനാണ്. ഇവിടെയാണ് ഇത്തരത്തിലൊരു റിസപ്ഷനും കാര്യങ്ങളും ഉള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പ്രധാനപ്പെട്ട മുൻപുള്ള ജീവൻ ആയുർവേദ ആശുപത്രിയിലെ ഇവരുടെ മുൻഗാമികളായിരിക്കാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ സുജയ, ഈ അവസരത്തിൽ പറയാനുള്ളത് തൊട്ടടുത്ത ഔഷധിയുടെ ഒരു സ്ഥാപനം കൂടി ഇതിൻ്റെ മറവിൽ കുറച്ച് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ്. ഔഷധി പോലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ മറവിലാണ് ഇത്തരത്തിലുള്ളൊരു ലഹരി അല്ലെങ്കിൽ അരിഷ്ടം എന്ന് പറയുന്നത് വ്യാജ അരിഷ്ടം എന്ന് തന്നെ പറയാം. കാരണം പേരിൽ മാത്രമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിപ്പല്യാസമല മുത്താരിഷ്ടം എന്നൊക്കെ പറയുന്ന പല പേരുകൾ ഇവിടെ ഉണ്ട്. അത് ശക്തി ആയുർവേദ ഫാർമാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ഒരു പേരിൽ, ആ പേര് പോലും അപ്രസക്തമാണ്. കാരണം അനീഷ് തന്നെ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു, ഇത് ഒറ്റശേഖരമംഗലം എന്ന് പറയുന്ന തങ്കരാജിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിന്നാണ് ഈ മദ്യം എത്തിച്ച് അവിടെ നിന്നും മിക്സ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം സുജയ, ഇത് ഔഷധിയുടെ പ്രോഡക്റ്റുകളാണ്. ഇതൊന്നും തന്നെ ഇപ്പോൾ ജീരകാരിഷ്ടമുണ്ട്, ദശമൂലാരിഷ്ടമുണ്ട്, ബലാരിഷ്ടമുണ്ട്. ഈ അരിഷ്ടം ഒന്നും തന്നെ വാങ്ങിക്കഴിക്കാനായിട്ട് ഒരൊറ്റ മനുഷ്യനും ആ സ്ഥലത്തേക്ക് പോകുന്നില്ല. നമ്മൾ തൊട്ട് മുൻപ് കാണിച്ചത് ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും പുറകുവശത്താണ്. ഇത്തരത്തിൽ മുൻപ് തങ്കരാജൻ എന്ന് പറയുന്ന വ്യക്തിക്ക് സമൂഹത്തിൽ ഒരു മുഖവും അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് മറ്റൊന്നാണ് എന്നുള്ളത് തെളിയിക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനവും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻവശത്ത് ഈ ജീവൻ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സാലയം, തൊട്ടിപ്പുറത്ത് ഔഷധി എന്ന് പറയുന്ന സ്ഥാപനം. അവിടെ ധാരാളം അരിഷ്ടമുണ്ട്. ഔഷധി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ ധാരാളം അരിഷ്ടങ്ങൾ കാലങ്ങളായിട്ടുള്ളത് തന്നെയാണ്. അത് ആയുർവേദ ലൈസൻസ് ഉള്ളതാണ്. പക്ഷേ ആ അരിഷ്ടം കഴിക്കാനായിട്ടല്ല പെരുങ്കിടവളയിലുള്ള ആൾക്കാർ ഇവിടെ വരുന്നത് തൊട്ട് പുറകിലുള്ള ഇതിന്റെ മറവിൽ പ്രവർത്തിക്കുന്ന സ്ഥലത്താണ്. ആ അരിഷ്ടം എന്ന് പറയുന്നത് ഇവർ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഈ ആൽക്കഹോൾ മിക്സ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന അരിഷ്ടമാണെന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സുജയ, വളരെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ചോദിച്ചിരുന്നു അരുൺ വന്ന്. സുജയ, വളരെ പ്രധാനപ്പെട്ട കാര്യം ഏതൊക്കെ ആയുർവേദ ഡോക്ടർമാരാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് കൃത്യമായ വിവരങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ ഇവരൊന്നുമല്ല ഇവിടെ ഇത് സംബന്ധിച്ച് ഇടപാടുകൾ നടത്തുന്നതെന്ന് വ്യക്തമാണല്ലേ? തീർച്ചയായിട്ടും അതിൽ, കാരണം ഈ ഒരു ഡോക്ടറെ നമുക്കിവിടെ ഇന്ന് വരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ ഡോക്ടർ കമറമ്പൻ ആയുർവേദ കോളേജ് റിട്ടയർഡാണ് അദ്ദേഹം. ഈ ഒരു പ്രൊഫസർ കൂടിയാണ്. SN കോളേജ്, പുത്തൂർ കോളേജ് പ്രൊഫസർ കൂടിയാണ്. തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ആളാണ്. തൊട്ട് താഴെയുള്ളത് ബിജോയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് ഇവിടെ വരാറില്ല. മറ്റൊരു കാര്യം, ഇതിന്റെ ഉദ്ഘാടനം കാണാം. 2011 7-ാം മാസം 17-ാം തീയതിയാണ്. ഇദ്ദേഹത്തെ പരിചയമുണ്ടോ? ആനാവൂർ നാഗപ്പനാണ്. CPM-ന്റെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. നേരത്തെ ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അത്തരത്തിൽ CPM-ന്റെ സ്വാധീനം ഇദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളത് വ്യക്തമാക്കുന്ന ചിത്രമാണ്.
തീർച്ചയായിട്ടും അതിൽ പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെരിങ്ങടവള ലോക്കൽ കമ്മിറ്റിക്ക് അകത്ത് തങ്കരാജിനെതിരെ വളരെ അതൃപ്തിയുണ്ട്. ഇത്തരത്തിലൊരു പ്രവർത്തനം പാർട്ടിക്കുള്ളിൽ ഉള്ള ഒരു വ്യക്തി നടത്താൻ പാടില്ല. അതും മദ്യം വിൽക്കുക എന്ന് പറയുന്നത് പാർട്ടിയുടെ നയമല്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമായി പറയുന്നത്. പ്രത്യേകിച്ചും പാർട്ടിയിലുള്ള ഒരു അംഗമാണ് അദ്ദേഹം, സമൂഹത്തിന് മാതൃകയാകേണ്ട അംഗമാണെന്ന് CPM വ്യക്തമാക്കിയിരുന്നു പലപ്പോഴും. പക്ഷേ അത് തെറ്റിച്ചുകൊണ്ട് തന്നെയാണ് കാലാകാലങ്ങളായിട്ട് മുന്നോട്ട് പോയത്. അതിൽ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇപ്പോൾ തെറാപ്പിസ്റ്റ് സഹിതമുള്ള ആൾക്കാരുണ്ട്, TS മാലിനി, ശാന്തകുമാരി. പക്ഷേ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഇത് ഈ ഡോക്ടറാണ്, ആയുർവേദ കോളേജിൽ നിന്ന് റിട്ടയർ. പക്ഷേ ഇവരുടെയൊക്കെ പേര് എങ്ങനെയാണ് ഇദ്ദേഹം വച്ചിരിക്കുന്നത് മാത്രമേ തൊട്ടപ്പുറത്ത് വീണ്ടും ഉണ്ട് ഒരു ഡോക്ടർ റിട്ടയർ. ഡോക്ടർമാരുടെ പേരൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഇവിടെ ഇടപാട് നടത്തുന്നത് ഈ അനീഷിനെ പോലുള്ള ചിലർ മാത്രമാണെന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു അതിർത്തി പ്രദേശമാണ്. ഇതിൽ ആൽക്കഹോൾ ചേർക്കുന്നു. ഇത് എവിടെ നിന്ന് വരുന്നു? ഒരു വിഷമദ്യ ദുരന്തത്തിലേക്കൊക്കെ എത്തിപ്പെടാവുന്ന സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഒരു കൃത്യമായ ധാരണ. മാത്രമല്ല, എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്, എന്തു തന്നെ ആവട്ടെ, അരിഷ്ടമാകട്ടെ, പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാകട്ടെ, പക്ഷേ അത് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കേണ്ട സാഹചര്യം എന്താണ്? അത് കൂട്ടമായ ആളുകൾ വന്ന് കുടിക്കേണ്ട സാഹചര്യം എന്താണ്? ഒരു വയോധികനായ ഒരാൾ ഇത് നമ്മൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വന്നിരുന്നു. അപ്പോൾ സ്വകാര്യമായി ചോദിക്കുമ്പോൾ ലഹരി ചെറുതായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു ലഹരി ഉണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്ന സാഹചര്യമുണ്ട്. ഈ വിധത്തിൽ ലഹരി ഉണ്ട് എന്ന ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് വാങ്ങിക്കുടിക്കുന്നത്. നിങ്ങൾ അവിടെ തന്നെ തുടരൂ. അരുൺ സോളമനും ആദിൽ പാലോടുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.